നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ജനനേന്ദ്രിയത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ പെനിസിൽ, വൾവയിൽ, മലദ്വാരത്തിന് ചുറ്റുമൊക്കെ ഒരു വെള്ള കളറിലുള്ള ഡിസ്കളറേഷൻ ഉണ്ടാകുന്നൊരവസ്ഥ ലൈക്കൻ സ്ക്ലീറോസിസ് എന്ന് പറയും. ആ അവസ്ഥയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. വൾവയെ നിങ്ങളുടെ യോനിക്ക് പുറത്തുള്ള ഭാഗം അല്ലെങ്കിൽ മലദ്വാരം അല്ലെങ്കിൽ ലിംഗത്തെ ബാധിക്കുന്ന ഒരു ചർമ്മ അവസ്ഥയാണ് ലൈക്കൻ സ്ക്ലീറോസിസ്. ഇത് ചർമ്മത്തിന് നിറവ്യത്യാസം ഉണ്ടാക്കുന്നു. ഇത് നേർത്തതും ചെറിയ ചൊറിച്ചിലുണ്ടാക്കുന്നതുമാണ്. വിട്ടുമാറാത്ത ചൊറിച്ചിലിൻ്റെ ഫലമായി രോഗിയുടെ ജനനേന്ദ്രിയത്തിൽ കുമിളകളും വ്രണങ്ങളും ഉണ്ടാക്കാം. ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ ഈ ലക്ഷണങ്ങൾ അപൂർവമായി മാത്രമേ കാണാറുള്ളൂ. ലൈക്കൻ സ്ക്ലീറോസിസ് ചികിത്സിച്ചില്ലെങ്കിൽ ബ്ലിസ്റ്ററുകൾ ഉണ്ടാകാം. ഇത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴോ മൂത്രമൊഴിക്കുമ്പോഴോ മലവിസർജനം നടത്തുമ്പോഴോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറും അസ്വസ്ഥതകൾ ഉണ്ടാക്കാറുമുണ്ട്. ലൈക്കൻ സ്ക്ലീറോസിസ് ശരിയായ പരിചരണം കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ലൈക്കൻ സ്ക്ലീറോസിസിന് സ്ക്വാമസ് സെൽ കാർസിനോമ ആയി വളരാനുള്ള സാധ്യത ഏറെയാണ്. അതായത് ചർമ്മ ക്യാൻസറായിട്ട് ഇത് വളരാൻ സാധ്യതകളുണ്ട്. ലൈക്കൻ സ്ക്ലീറോസിസിൻ്റെ ലക്ഷണങ്ങൾ: ചർമ്മത്തിൽ മാറ്റങ്ങൾ ലൈക്കൻ സ്ക്ലീറോസിസ് മൂലമാണ് ഉണ്ടാകുന്നത്. തുടക്കത്തിൽ ഒരാൾക്ക് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. എന്നിരുന്നാലും പിന്നീടുള്ള ഘട്ടത്തിൽ ചർമ്മത്തിൽ ചെറിയ വെളുത്ത പാടുകൾ ഉണ്ടാകാം. സാധാരണ അടയാളങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു: വൾവയിൽ ചൊറിച്ചിൽ, മലദ്വാരത്തിൽ ചൊറിച്ചിൽ, രക്തസ്രാവം അല്ലെങ്കിൽ അസ്വസ്ഥത, ലൈംഗിക ബന്ധത്തിൽ ചർമ്മത്തിൽ ചതവുകളും കീറലുകളും സംഭവിക്കൽ, ബ്ലിസ്റ്ററുകൾ, ചെറിയ തൊലി ഉരസലിൽ നിന്നും എളുപ്പത്തിൽ രക്തസ്രാവം ഉണ്ടാവുക, മൂത്രമൊഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മൂത്രമൊഴിക്കുമ്പോൾ വേദന അനുഭവപ്പെടുക. വേദനിപ്പിക്കുന്ന ഉദാഹരണം പുരുഷന്മാരിലും ഉണ്ടാകാറുണ്ട്. യോനി, ഗർഭപാത്രം തുടങ്ങി ആന്തരിക പ്രത്യുൽപാദന അവയവങ്ങളെ ലൈക്കൻ സ്ക്ലീറോസിസ് ബാധിക്കില്ല. ഇപ്പോഴാണ് ഒരു ഡോക്ടറെ കാണേണ്ടത്. നിങ്ങൾക്ക് യോനിയിലും മലദ്വാരത്തിലും അസ്വസ്ഥതയോ ചൊറിച്ചിലോ വേദനയോ ഉണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കുക. രോഗലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത് എന്താണെന്ന് കണ്ടെത്തേണ്ടത് പ്രധാനമാണ്. അതിനാൽ നിങ്ങൾക്ക് സഹായം ലഭിക്കും. ലൈംഗികപരമായി പകരുന്ന അണുബാധകൾ ഉൾപ്പെടെയുള്ള പല അവസ്ഥകളിലും ലൈക്കൻ സ്ക്ലീറോസിസ് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു. നിങ്ങൾക്ക് ലൈക്കൻ സ്ക്ലീറോസിസ് ഉണ്ടെങ്കിൽ ചികിത്സയ്ക്ക് ശേഷം രോഗലക്ഷണങ്ങൾ വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ എത്രയും വേഗം ഡോക്ടറെ സമീപിക്കുക. രോഗലക്ഷണങ്ങൾ വേഗത്തിൽ ചികിത്സിച്ചാൽ പാടുകൾ ഒഴിവാക്കാം. ഇതിൻ്റെ കോംപ്ലിക്കേഷനായ സ്കിൻ ക്യാൻസറിനുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഡോക്ടർ നേരത്തെ തന്നെ നിരീക്ഷിക്കുകയും ചെയ്യും. ലൈക്കൻ സ്ക്ലീറോസിസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ: ലൈക്കൻ സ്ക്ലീറോസിസിൻ്റെ കാരണം എന്താണെന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് കൃത്യമായൊരു ധാരണയുണ്ടായിട്ടില്ല ഇതുവരെ. ഇത് പകർച്ചവ്യാധിയല്ലെന്നും ലൈംഗിക സമ്പർക്കം ഉൾപ്പെടെയുള്ള സ്പർശനത്തിലൂടെ പകരാൻ കഴിയില്ലെന്നും ഉറപ്പിക്കുന്നു. എന്നിരുന്നാലും അതിൻ്റെ വളർച്ചയ്ക്ക് ഏത് ഘടകങ്ങളാണ് സംഭാവന നൽകുന്നത് എന്നതിനെക്കുറിച്ച് നിരവധി അനുമാനങ്ങളുണ്ട്. ചില ഉദാഹരണങ്ങൾ: അണുബാധ. കരളിനെ വൈറസ് ബാധിച്ചേക്കാം. ഇത് വീക്കം അനുഭവിക്കുകയും കരളിൻ്റെ പ്രവർത്തനം കുറയ്ക്കുകയും ചെയ്യും. കരളിനെ ദോഷകരമായി ബാധിക്കുന്ന വൈറസുകൾ രക്തം അല്ലെങ്കിൽ ശുക്ലം, മലിനമായ ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ രോഗബാധിതനായ വ്യക്തിയുമായി നേരിട്ട് സമ്പർക്കം എന്നിവയിലൂടെ പകരാം. കരൾ അണുബാധയുടെ ഏറ്റവും സാധാരണയായ കാരണങ്ങൾ ഹെപ്പറ്റൈറ്റിസ് വൈറസുകളാണ്. വൈറസുകളിൽ ഇവ ഉൾപ്പെടുന്നു. അപകട സാധ്യതാ ഘടകങ്ങൾ: ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകളിൽ ലൈക്കൻ സ്ക്ലീറോസിസ് കൂടുതലായി കാണപ്പെടുന്നു. എന്നിരുന്നാലും ഇത് പുരുഷന്മാരിലും കുട്ടികളിലും ഉണ്ടാകാം. അഗ്രചർമ്മത്തെ ഈ രോഗം പതിവായി ബാധിക്കുന്നതിനാൽ പരിച്ഛേദന ചെയ്യാത്ത പുരുഷന്മാർക്ക് കൂടുതൽ അപകട സാധ്യത കൂടുതലാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളിലെ അപകട സാധ്യതയിലാണ്. സങ്കീർണതകൾ: അപൂർവമാണെങ്കിലും ശരിയായ പരിചരണവും ചികിത്സയും നൽകിയില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമായേക്കാം. HPV ജനനേന്ദ്രിയ ഭാഗത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ രോഗിക്ക് സ്ക്വാമസ് സെൽ സ്കിൻ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. HPV ഉള്ള സ്ത്രീകൾക്ക് വൾവർ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് സ്ത്രീ ജനനേന്ദ്രിയത്തിൻ്റെ രൂപത്തിലും മാറ്റത്തിനും കാരണമാകും. ചില സ്ത്രീകൾക്ക് വിട്ടുമാറാത്തതോ തുടർച്ചയായതോ ആയ അസ്വാസ്ഥ്യമോ അല്ലെങ്കിൽ യോനി തുറക്കലിൻ്റെ സങ്കോചമോ ഉണ്ടാകാം. ഈ പ്രശ്നങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. തടസ്സം: ലൈക്കൻ സ്ക്ലീറോസിസ് ഒഴിവാക്കുന്നത് ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ ഒഴിവാക്കാനാവും. ഇനി പറയുന്ന കാര്യങ്ങൾ: നുറുങ്ങുകൾ, ഘർഷണം, പ്രകോപിപ്പിക്കൽ എന്നിവയെല്ലാം കുറയ്ക്കാൻ മാക്സിമം ശ്രമിക്കുക. ദീർഘദൂര ബൈക്ക് യാത്രകളും കുതിരസവാരികളും ഒഴിവാക്കുക. അയഞ്ഞതും സൗകര്യപ്രദവുമായ വസ്ത്രങ്ങളും ധരിക്കുക. സുഗന്ധരഹിത സോപ്പുകളും ഉപയോഗിക്കുക. നനഞ്ഞ നീന്തൽ വസ്ത്രങ്ങളും എത്രയും വേഗം മാറ്റുക. ലൈക്കൻ സ്ക്ലീറോസിസിൻ്റെ രോഗനിർണയം: ലൈക്കൻ സ്ക്ലീറോസിസ് ലക്ഷണങ്ങൾ വികസിച്ചു വന്ന ആർക്കും ഉടൻ തന്നെ ഒരു ഡോക്ടറുടെ ഉപദേശം തേടേണ്ടതാണ്. ലൈക്കൻ സ്ക്ലീറോസിസ് നേരത്തെ കണ്ടുപിടിക്കുന്ന സന്ദർഭങ്ങളിൽ തെറാപ്പി ഉടനടി തുടങ്ങാം. കൃത്യസമയത്ത് ചികിത്സ ആരംഭിച്ചെങ്കിൽ അവസ്ഥ വഷളാകാം.
ബാധിത പ്രദേശങ്ങളിൽ ശാരീരിക പരിശോധന നടത്തി ഡോക്ടർ പലപ്പോഴും രോഗനിർണയം നടത്താൻ കഴിയും. ഈ അവസ്ഥ ലൈക്കൻ സ്ക്ലിറോസിസ് ആണെന്ന് സ്ഥാപിക്കാൻ ചർമ്മത്തിൻ്റെ ഒരു ചെറിയ സാമ്പിൾ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷന് വിധേയമാക്കേണ്ടി വരും. ലൈക്കൻ സ്ക്ലിറോസിസ് എല്ലായ്പ്പോഴും രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ ബന്ധമില്ലാത്ത മറ്റൊരു കാരണത്താൽ ബാധിച്ച പ്രദേശം പരിശോധിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ ഡോക്ടർക്ക് പ്രശ്നം പൂർണ്ണമായും കണ്ടുപിടിക്കാൻ പറ്റൂ.